എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷനും 2 സിനിമകളുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഡിസംബർ മാസം 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്ന അല്ലു അർജുൻ നായകനെ എത്തുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ പുഷ്പ ദി റോൾ. ലോകമെമ്പാടും വമ്പൻ ഹൈപ്പോടെ വമ്പൻ പ്രമോഷനോടെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന പുഷ്പ ദി റോൾ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. നിലവിൽ കേരളത്തിലൊന്നും ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ചിത്രത്തിന് വിദേശ രാജ്യങ്ങളിൽ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ 2 ആഴ്ച മുമ്പേ തന്നെ തുടങ്ങിയിരുന്നു. നിലവിൽ നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ അവിടെ 16 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ഇതുവരെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഒന്നും തന്നെ കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്ന് അല്ലു അർജുൻ കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. അല്ലു അർജുനോടൊപ്പം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും അതുപോലെ തന്നെ ഫഹദ് ഫാസിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ പുഷ്പ ദി റോൾ എന്ന സിനിമയുടെ ഡ്യൂറേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രത്തിന്റെ ഡ്യൂറേഷൻ വരുന്നത് 3 മണിക്കൂർ 20 മിനിറ്റോളം ദൈർഘ്യമുണ്ട് ചിത്രത്തിന്. 40 മിനിറ്റ് ഫസ്റ്റ് ഹാഫും അതുപോലെ തന്നെ 1 മണിക്കൂർ 41 മിനിറ്റുമാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫും വരുന്നത്. വലിയ ബഡ്ജറ്റോടൊപ്പം തന്നെ ചിത്രത്തിന് മികച്ചൊരു ഡ്യൂറേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ബേസിൽ ജോസഫ് നസ്രിയ കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ സൂക്ഷ്മദർശിനി. നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 1,50,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 11,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 5-ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 3.5 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ 5 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടി കടന്നിരിക്കുകയാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ 4.5 കോടിയും കടന്നിരിക്കുകയാണ്. അടുത്ത സിനിമ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഷറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മി കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ മലയാളം ഫാമിലി കോമഡി ഹൊറർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ഹലോ മമ്മി. തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവായിട്ട് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,10,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഫിഗർ പുറത്തുനിന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 3 കോടിയിലേക്ക് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തിപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. ലക്കി ഭാസ്കർ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ദീപാവലി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തി നിലവിൽ 26 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ലക്കി ഭാസ്കർ സിനിമയുടെ ഏറ്റവും പുതിയ കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ ചിത്രം 21,35,00,000 രൂപയാണ് ചിത്രം 26 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 120 കോടി കടന്നു എന്നുള്ള പോസ്റ്ററാണ് ചിത്രത്തിന്റെ വന്നിരിക്കുന്നത്. എന്നാൽ ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 110 കോടി രൂപയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ദീപാവലി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഹിന്ദിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ബോൾ ബുലിയ 3. തിയേറ്ററിൽ നിന്ന് 400 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ക്രിസ്മസ് നാളുകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമ നവംബർ മാസം 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തി വൻ ഡിസാസ്റ്ററായി മാറിയ സിനിമയാണല്ലോ സൂര്യ നായകനെത്തിയ കങ്കുവ. നിലവിൽ തിയേറ്ററിലെ ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട കങ്കു എന്ന സിനിമയുടെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 2-ാം വാരത്തോടു കൂടി തന്നെ ആമസോൺ പ്രൈം എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ വിവിധ ഭാഷകളിൽ പാൻ ഇന്ത്യൻ ഭാഷകളായിരിക്കും ചിത്രം OTT ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും OTT അപ്ഡേറ്റുകൾക്കുമായും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.